രാധേ രാധേ. കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരമ്പലത്തിലും പോകാതിരുന്ന, ദേവിയുടെ അമ്പലത്തിൽ പോലും പോകാതിരുന്ന ഞാൻ, രാധാറാണി കൃഷ്ണന്റെ വെറുമൊരു പ്രണയിനിയാണെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ഞാൻ എങ്ങനെ കഠിനമായ രാധാഭക്തനായെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് അസുഖം വന്ന് വലഞ്ഞ ആ സമയത്ത് ട്യൂബുകളെല്ലാം ഊരി മാറ്റിയിട്ട് രണ്ടിലൊന്ന് നിശ്ചയിച്ചു. അങ്ങനെ കിടന്ന അവസരത്തിലാണ് എനിക്ക് രാധാജിയുടെ ദർശനം കിട്ടിയതും ആ രാത്രി ഞാൻ ചൊല്ലിയ മന്ത്രം, ആ രാധാറാണി എനിക്ക് പറഞ്ഞു തന്ന മന്ത്രം, ആ മന്ത്രത്തിൻ്റെ ബലത്തിലാണ് ഞാൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എല്ലാ കാര്യങ്ങളും ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നത് പോലും ബുദ്ധി കൊണ്ട് അളന്നിട്ടല്ല. ബുദ്ധി കൊണ്ട് അളക്കുകയാണെങ്കിൽ നമ്മൾ DNA ടെസ്റ്റ് നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അമ്മ പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കൊക്കെ എന്ത് ബുദ്ധിയാണുള്ളത്? എന്തായാലും ശരി തന്നെ, ഞാൻ ആ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതിൽ രാധാമന്ത്രം ഞാൻ പറയില്ല, കാരണം അതിനുള്ള അനുമതി എനിക്ക് അമ്മ തന്നിട്ടില്ല. ആ പരമ പവിത്രമായ രാധാറാണി പറഞ്ഞു തന്ന ആ മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്കൊരു ജപമാല വെച്ച് ജപിക്കൂ. അമ്മ പറഞ്ഞു തന്ന പരമ പവിത്രമായ മന്ത്രം ഓം രാഘവായ രാധേശ്വരായ സ്വാഹ. ഓം രാഘവായ രാധേശ്വരായ സ്വാഹ. ഓം രാഘവായ രാധേശ്വരായ സ്വാഹ. ഞാൻ ചൊല്ലുമ്പോൾ അത് ആ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്, നോക്കിക്കൊള്ളണം. ഓം രാഘവായ രാധേശ്വരായ സ്വാഹ.